ഇവിടെ നോക്കുക, ഇന്നത്തെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവിടെ LDFന്റെ ഭാഗത്തു നിന്നും ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. ഫാത്തിമ തഹ്ലിയ മതം പറഞ്ഞ് വോട്ട് തേടുന്നു എന്നാണ്. അതായത് നേരത്തെ എന്താണോ അവർക്കെതിരെ ഉയർന്ന കേട്ട ആക്ഷേപം അത് അവർ തിരികെ ആയുധമാക്കുന്നു എന്നാണോ? എന്തുകൊണ്ടാണ് അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. ഇന്നലെയാണ് 3 പരാതി കിട്ടിയത്. ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ഇങ്ങനെ വലിയ വാർത്തയാകുമ്പോൾ പേരാമ്പ്രയിലേക്ക് കേരളത്തിന്റെ മാധ്യമശ്രദ്ധ മൊത്തം പോകുമ്പോഴേക്കും ഒരു കൗണ്ടർ പരാതിയാണെന്ന് മനസ്സിലാക്കാൻ പഴൂർ പഠിപ്പരിക്ക് പോകേണ്ട കാര്യമില്ല. മാത്രമല്ല, ഫാത്തിമ തഹ്ലിയോ മുസ്ലിം ലീഗോ അത്തരത്തിൽ വർഗീയ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ ആദ്യം പരാതി ഉണ്ടാവേണ്ട ആൾ അവിടുത്തെ സ്ഥാനാർത്ഥി ടി പി രാമകൃഷ്ണൻ. ടി പി രാമകൃഷ്ണനോട് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഇല്ല, ഫാത്തിമ തഹ്ലി അങ്ങനെ നടത്തുന്നില്ല എന്നാണ് ടി പി രാമകൃഷ്ണൻ. ഇതൊന്നുമല്ല പ്രതി. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ വർഗീയത പച്ചയ്ക്ക് പറഞ്ഞെങ്കിൽ ഇത് പരോക്ഷമായി വേറൊരർത്ഥത്തിൽ റോഡിൽ മൈക്കിട്ട് കൂവുന്ന പണിയാണ് നമ്മൾ വടകരയിൽ കണ്ടത്. അത് കൃത്യം പ്ലാൻഡ് പണിയാണ്. കാരണം എന്താണ്, ഏതെങ്കിലും തരത്തിൽ ഒരാൾ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ടങ് സ്ലിപ്പിൽ നാക്കുപിഴയിൽ ഉണ്ടാകുന്നതല്ല. അത് റെക്കോർഡാണ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൽ സ്ക്രിപ്റ്റ് എഴുതി അത് പ്രൂഫ് റീഡ് ചെയ്ത് അതൊരു സ്റ്റുഡിയോയിൽ പോയി ഓഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പെൻഡ്രൈവിലായി കൊടുത്താണ്. ഒരു വണ്ടിയിലല്ല 40 മണ്ഡലങ്ങളോട് 40ഓളം വണ്ടികളിൽ അത് കൊടുത്തു എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അതിന് ക്ലാരിഫിക്കേഷൻ വരട്ടെ. 1-ാം നമ്പർ പ്ലാന്റ് പണിയാണ്. ഇതുപോലൊരു പ്ലാന്റ് പണി നേരത്തെ ഗോപിച്ചേട്ടൻ പറഞ്ഞു. വടകരയിൽ കണ്ട കാഫർ സ്ക്രീൻഷോട്ട് മുമ്പ് തന്നെ ഷാഫി പറമ്പിൽ അവിടെ ഇറങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ പണി അവിടെ തുടങ്ങിയതാണ്. എന്തായിരുന്നു പണി? ഷാഫി പറമ്പിൽ തളി ക്ഷേത്രത്തിൽ പോയപ്പോഴേക്കും അവിടെ ഈ തീർത്ഥവെള്ളം കൊടുത്തു, അത് കുടിച്ചു. തീർത്ഥവെള്ളം കുടിച്ച ഷാഫി പറമ്പിൽ യഥാർത്ഥ ദീനിയായ വിശ്വാസിയല്ല, ദീനിയായ മുസ്ലിം അല്ല എന്നാണ് കൂട്ടർ ആദ്യം പറഞ്ഞുണ്ടാക്കിയത്. അത് വർക്കൗട്ട് ആവുന്നില്ല. ഷാഫി പറമ്പിലെ വലിയ മുന്നേറ്റം കണ്ടു. അപ്പോൾ ഇറക്കിയ അറ്റ കൈയാണ് ഈ പറഞ്ഞ കാഫർ സ്ക്രീൻഷോട്ട്. അന്വേഷണം ഉണ്ടായി ഇപ്പം ഇന്ന് ആ കാഫർ സ്ക്രീൻഷോട്ടിലെ അന്വേഷണം അവസാന ദിവസം കൂടിയാണ് കേട്ടോ. അന്വേഷണം എത്തി നിന്നത് അവിടുത്തെ DYFI പ്രാദേശിക നേതാവ് റിബേഷ് രാമകൃഷ്ണൻ. റിബേഷോട് പോലീസ് ചോദിച്ചു, റിബേഷ് നിനക്ക് എവിടെ നിന്ന് ഇത് കിട്ടിയത്? റിബേഷ് പറഞ്ഞു പറയാൻ സൗകര്യമില്ല. റിബേഷിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. റിബേഷിന്റെ ഫോൺ ആ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതിന് മുമ്പ് പോലീസ് അന്വേഷണം അവസാനിക്കും. എന്താ കാരണം? അത് പുറത്തു വന്നാൽ റിബേഷിന്റെ പിന്നിലുള്ള ഈ പറയുന്ന ദുഷ്ടബുദ്ധിയുടെ തലച്ചോറ് ആരാണെന്ന് കേരളം അറിയും. അതല്ലാതെ തന്നെ കേരളത്തിന് മനസ്സിലാവുന്നുണ്ട് ഏത് രീതിയിലാണ് അവിടെ ഉണ്ടാവുന്നത്. അതിനകത്ത് ഗുണം എന്താ പ്രജിൻ? അവിടെ ഷാഫി പറമ്പിലിന് വടകരയിൽ മുല്ലപ്പള്ളിക്കോ കെ മുരളീധരനോ കിട്ടുന്നതിനേക്കാൾ മാരകമായ ഭൂരിപക്ഷം ഉണ്ടായി. ഞാൻ വടകരയിലെ മതം പറഞ്ഞ ഡെമോഗ്രഫി പറയുന്നില്ല. ആ കണക്കെടുത്ത് നോക്കൂ, വളരെ ഷാർപ്പായി കൃത്യം മനസ്സിലാക്കും. അവിടുത്തെ ആളുകൾ വോട്ട് ചെയ്തത് ഈ പറയുന്ന വർഗീയത പറഞ്ഞ അല്ലെങ്കിൽ ജാതിയോ മതം നോക്കിയോ അല്ല, രാഷ്ട്രീയമായി വോട്ടുള്ളതുകൊണ്ട് മാത്രം അത്രയും മാരകമായ ഭൂരിപക്ഷം ഉണ്ടായത്. ഇനി അതേ പണി തന്നെയാണ് പേരാമ്പ്രയിൽ നടക്കാൻ പോകുന്ന പ്രോ ഫാത്തിമ തഹ്ലിയാണ്. നോക്കൂ പ്രജിൻ, ഇവിടെ ടി പി രാമകൃഷ്ണന് പ്രായം 79 വയസ്സാണ്. ഫാത്തിമ തഹ്ലിക്ക് പ്രായം 29 വയസ്സാണ്. അത്രയും എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രായത്തിൽ പകുതി പോലും പ്രായമില്ലാത്ത ഒരാളോട് LDFന്റെ CPMന്റെ ഉറച്ച കോട്ടയിൽ TP പോലെ അധികാരം ഒരു നേതാവിന് ജയിക്കണമെങ്കിൽ ഇമാതിരി നാറിയ പണിയൊക്കെ കാണിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ കഷ്ടം എന്നേ പറയാനുള്ളൂ. അധമ പണിയാണ്, നാടിനെ കുട്ടിച്ചോറാക്കുന്ന വൃത്തികെട്ട പണിയാണ് എന്നേ പറയാനുള്ളൂ. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇപ്പം നേരത്തെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹാഷ്മി പറഞ്ഞ 2 പ്രശ്നങ്ങൾ, ഒന്ന് ഗുരുവായൂരിൽ ബി ഗോപാലകൃഷ്ണൻ, പിന്നെ വടകരയിൽ അത്രമാത്രം ഇന്റൻസിറ്റി ഉള്ള ഒരു ആക്ഷേപമാണോ ഇപ്പോൾ നിലവിൽ ഉയർന്നിരിക്കുന്നത്? ഈ അനൗൺസ്മെന്റിൽ പറയുന്ന കാര്യങ്ങൾ ഈ മതം പറഞ്ഞ് ലീഗ് വോട്ട് തേടുന്നു എന്നൊരു ആരോപണമാണ്. അത് ആ രീതിയിൽ എന്തുകൊണ്ടാണ് കാണാത്തത്? അല്ല, ആ രീതിയിൽ കാണാൻ പറ്റുന്നത് പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത കൂടിയുണ്ട്. അവിടെ ഈ അവിടെ സംഘർഷ സാഹചര്യങ്ങൾ പണ്ടുണ്ടായ മണ്ണാണ്, അതിന്റെ മുറിവുകൾ പേറുന്ന മണ്ണാണ്. ആ മണ്ണിൽ പ്രജിൻ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് വാർത്തയാവുന്നത്, എന്തുകൊണ്ടാണ് തടയപ്പെട്ടത്, നോട്ടീസ് ആവുന്നത്? അത് ആ മണ്ഡലത്തിലുള്ള ഒരാൾക്ക് പ്രശ്നമായി തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ? അത് അവിടെ സ്ഥിരം പറയുന്നതാണ്. മണ്ഡലത്തിന് പുറത്തുള്ള ഒരാൾ കണ്ടപ്പോഴും ഇത് വർഗീയതയല്ലേ എന്ന് തോന്നി ഓഡിയോ എടുത്തപ്പോഴാണ് അത് പ്രശ്നമായത്. അവിടെ ഈ പറഞ്ഞ 4 വോട്ടിന് ഇത്തരത്തിൽ ഇത് വർഗീയമല്ലേ, ഇത് പ്യുവർ വർഗീയമല്ലേ എന്ന് പറഞ്ഞാൽ ഫാത്തിമ തഹ്ലി അത്തരത്തിൽ വോട്ട് ചോദിക്കുന്നില്ലെന്ന് പറയുന്ന ആരാണ്? ടി പി രാമകൃഷ്ണൻ തന്നെയാണ്. കാഫർ സ്ക്രീൻഷോട്ട് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യണം, കാഫറായ ടീച്ചർ വോട്ട് ചെയ്തെന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വോട്ട് മാത്രമല്ല പ്രജിൻ. ഇവിടെ വോട്ട് കഴിയും, ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിയും, ചിലപ്പോൾ അധികാര തുടർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ അധികാര തുടർച്ച ഉണ്ടാവാതിരിക്കും. പക്ഷേ ഇത്തരത്തിലുണ്ടാകുന്ന പ്രചരണത്തിന്റെ പ്രശ്നം എന്താണ് പ്രജിൻ? ഇവിടെ മനുഷ്യന്മാർ ശരിയാണ്, പല മതങ്ങളാണ്, പല ജാതികളാണ്, പല സമുദായങ്ങളാണ്, പല വിഭാഗങ്ങളാണ്. അതൊക്കെ മറന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയല്ലേ? ഇവർ പറയുന്നത് എന്താണ്? നിങ്ങൾ അവരാണ്, നിങ്ങൾ ഇവരാണ്, നിങ്ങൾ ഹിന്ദുവാണ്, നിങ്ങൾ മുസ്ലിമാണ്. ഈ നാടിന്റെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന മതേതര ഫേബ്രിക്കിനെ കുട്ടിച്ചോറാക്കലാണ്. അത് വരും തലമുറയ്ക്ക് കാണിക്കുന്ന ഞാൻ പറഞ്ഞു കൊടുത്തോട്ടെ അത് വരും തലമുറയോട് കാണിക്കുന്ന മാരകമായ അപരാധമാണ്. ചെയ്തുകൂടാ, ഒരുത്തരും ചെയ്തുകൂടാ. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. മുസ്ലിം ലീഗ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇപ്പോൾ ഖൗമിലെ കുട്ടി എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഫാത്തിമ തഹ്ലിയ വോട്ട് ചോദിക്കുന്നത് നമ്മളാരും കേട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പക്ഷേ മുസ്ലിം ലീഗ് മതം പറഞ്ഞ് വോട്ട് തേടാത്തവരാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? മുസ്ലിം ലീഗിന്റെ പോയ കാല ചരിത്രം അത് തന്നെയാണ്. ഏറ്റവും ഒടുവിലെ തദ്ദേശ എന്ന് പറഞ്ഞാൽ
ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കാണിക്കുന്ന മര്യാദകേടുകൾക്ക് ന്യായീകരണം നമ്മളാരും ഇവർക്ക് തലച്ചോറ് അടിയറ വെച്ച അന്തം ഇവരുടെ അടിമകളല്ല. നമ്മൾ മാധ്യമപ്രവർത്തകരാണ്. ഏത് അമ്മമാർ ചെയ്താലും, ഏത് രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ചെയ്താലും നാടിനെ നാനാവിധമാക്കുന്ന പന്നപ്പണിയാണ്. അത് നമ്മൾ ഒരു നിർദ്ദയം ചൂണ്ടിക്കാട്ടണം. പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.